കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്ലോബൽ എത്തിക്കൽ ഇഷ്യൂസസ് 5th മൊഡ്യൂൾ ഗ്ലോബൽ എത്തിക്കൽ ഇഷ്യൂസസിലെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്, അതേപോലെ ഗ്ലോബലൈസേഷൻ, അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് ഓരോ കൺട്രീസിലും വരുമ്പോൾ ഉണ്ടാകുന്ന ഗ്ലോബലൈസേഷൻസ്, അതേപോലെ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് 10 ഹ്യൂമൻ റൈറ്റ്സുകൾ എന്താണെന്ന് നോക്കി. ദെൻ ടെക്നോളജി ട്രാൻസ്ഫർ, അതേപോലെ അഡ്വാൻറ്റേജസ് ഹോസ്റ്റ് കൺട്രീസിൽ MNCs വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഹോസ്റ്റ് കൺട്രിക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്, അതേപോലെ തന്നെ MNCCക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്. ഇനി ഹോസ്റ്റ് കൺട്രിക്ക് MNCs വരുമ്പോൾ ഉണ്ടാകുന്ന ലിമിറ്റേഷൻസും, അതേപോലെ എത്തിക്കൽ ബാലൻസ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കുന്നത് എൻവയോൺമെൻറ്റൽ എത്തിക്സും അതേപോലെ തന്നെ ഡിസാസ്റ്റേഴ്സാണ്. എന്താണ് എൻവയോൺമെൻറ്റൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ? അതായത് എൻവയോൺമെൻറ്റൽ എത്തിക്സ് ഡീൽസ് വിത്ത് ഇഷ്യൂസസ് റിലേറ്റഡ് ടു ദ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ റൈറ്റ്സിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസസിനെയാണ് എൻവയോൺമെൻറ്റൽ എത്തിക്സ് ഡീൽ ചെയ്യുന്നത്. ദ എൻവയോൺമെൻറ്റൽ എത്തിക്സ് ഇൻക്ലൂഡ് ദ സ്റ്റഡി ഓഫ് മോറൽ ഇഷ്യൂസ് കൺസേണിങ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് മോറൽ പെർസ്പെക്റ്റീവ്സ്, ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് കൺസേണിങ് ദോസ് ഇഷ്യൂസ്. അതായത് എൻവയോൺമെൻറ്റിനെ അല്ലെങ്കിൽ മോറൽ ഇഷ്യൂസ്, എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോറൽ ഇഷ്യൂസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതും, അതേപോലെ തന്നെ മോറൽ പെർസ്പെക്റ്റീവ്, ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡിൽ കൂടെ നമുക്ക് ആ ഇഷ്യൂസിനെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നോക്കി കാണാമെന്നുള്ളതാണ് ഈ എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ എത്തിക്സ് കൂടെ നമ്മൾ പഠിക്കുന്നത്. ഇനി എന്താണ് എൻവയോൺമെൻറ്റൽ എത്തിക്സ്, അല്ലെങ്കിൽ എന്തിനാണ് എൻവയോൺമെൻറ്റൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗ്ലോബലൈസേഷനും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷനും കാരണം നമ്മുടെ എൻവയോൺമെൻറ്റ് വളരെ നല്ല രീതിയിൽ എന്താവുന്നുണ്ട്, പൊല്യൂട്ടഡ് ആവുക അല്ലെങ്കിൽ ശോഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ആസ് എൻ എൻജിനീയർ എന്നുള്ള രീതിയിൽ അത്തരം കാര്യങ്ങളൊക്കെ മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എൻവയോൺമെൻറ്റിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ എത്തിക്സ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളോ ചെയ്യാന്നുള്ളതാണ് ഒരു എൻജിനീയറിൻ്റെ ഡ്യൂട്ടി. അതെന്താണെന്ന് നമുക്ക് നോക്കാം. We are getting habituated to the ill effect of pollutions and industrial negligence shows on our environment. അതായത് ഓരോ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ്റെയോ ഒക്കെ റിസൾട്ട് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് എന്തിൻ്റെയൊക്കെ രീതിയിലാണെന്ന് വെച്ചാൽ ആസിഡ് റെയിൻസ്, വാട്ടർ ആൻഡ് ലാൻഡ് കണ്ടാമിനേഷൻസ്, എഫക്റ്റ് ഓൺ ക്രോപ്സ് ആൻഡ് ഫുഡ് സോഴ്സസ്. അതായത് ക്രോപ്പിൽ ആൻഡ് ഫുഡ് സോഴ്സസിൽ എഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴ പെയ്യുന്നത് പല സമയങ്ങളിലായിട്ടാണ്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നത്, പണ്ടത്തെ ആൾക്കാർ കൃഷി ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഈ ആ മഴയുടെ മഴ എപ്പോൾ പെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഓരോ കൃഷിയും ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മഴ പെയ്യുന്നത് ഇന്ന സമയത്ത് തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു ഇതില്ല. അതുകൊണ്ടാണ് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നത് മഴ പെയ്ത് കൃഷി നശിക്കുന്നു എന്നൊക്കെ. പണ്ട് നശിച്ചിരുന്നില്ല എന്നല്ല, പക്ഷേ ഇത്രയും അളവിൽ ക്രോപ്സിനെ അല്ലെങ്കിൽ ഫുഡ് സോഴ്സസിനെ ഒന്നും അത് എഫക്റ്റ് ചെയ്തിരുന്നില്ല. ദ കാറ്റിൽ ഗെറ്റിംഗ് എഫക്റ്റഡ്, അതായത് വളർത്തുമൃഗങ്ങൾക്ക് ഉണ്ടാവുന്നു. പിന്നെ ഡ്രൈയിങ് ഓഫ് ലേക്സ് ആൻഡ് കനാലും അതേപോലെ തന്നെ ലേക്കുകളൊക്കെ ഡ്രൈ ആവുക, ഫ്ലഡ് ഉണ്ടാവുക, ഡ്രോഫ്റ്റ്, സുനാമീസസ് ആൻഡ് എർത്ത് ക്വേക്ക് ഡ്യൂ ടു ഡ്രില്ലിംഗ് ഓഫ് അണ്ടർഗ്രൗണ്ട് വെൽത്ത്. അതായത് നമ്മൾ ഇപ്പോൾ കിണറ്റിൽ വെള്ളം കിട്ടാത്തത് കൊണ്ട്, അതായത് ഡ്രൈയിങ് ഓഫ് ലേക്സ് ആൻഡ് ലാൻഡ് എന്താവും, നമ്മുടെ കിണറുകളെയും എഫക്റ്റ് ചെയ്യും. കിണറുകളിലെ വെള്ളവും ഡ്രൈയിങ് ആക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, കുഴൽ കിണർ അടിക്കുകയാണ് അല്ലെങ്കിൽ അണ്ടർ വാട്ടർ റിസോഴ്സസിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് സുനാമീസസിന് അതേപോലെ തന്നെ എർത്ത് ക്വേക്കിനൊക്കെ റിസൾട്ട് ചെയ്യും. ദ എഫക്റ്റ് ഓൺ മറൈൻ ബീങ്സ്, അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ സാധാരണയായിട്ട് എവിടേക്കാണ് അവരുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വിടുന്നത്, പുഴകളിലേക്കൊക്കെയാണ്. അപ്പോൾ ആ പുഴകളിൽ നിന്ന് അത് മറൈനിലെത്തുന്നു. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന മീനുകളെ ആയാലും അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ഏത് ജീവികളെ ആയാലും ആ പൊല്യൂട്ടൻ്റ് കാരണം എഫക്റ്റ് ചെയ്യുന്നു. ദ എഫക്റ്റ് ഓൺ ഓസോൺ ആൻഡ് ദ മെൽറ്റിംഗ് സ്നോ മൗണ്ടെയ്ൻസ് ഡ്യൂ ടു ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് നമ്മുടെ ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷനും അതേപോലെ തന്നെ മഞ്ഞുള്ള സ്ഥലത്ത് മഞ്ഞുരുകുന്നതും ഒക്കെ ഉണ്ടാവുന്നു. ഇതൊക്കെ നമ്മളെ എൻവയോൺമെൻറ്റ് കാണിക്കുന്നത് എന്തിനാ? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എൻവയോൺമെൻറ്റിൻ്റെ
നല്ല രീതിക്കല്ല എഫക്റ്റ് ചെയ്യുന്നതെന്ന് ഓരോ വർഷവും നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ ദിവസവും എൻവയോൺമെൻറ്റ് നമുക്കിങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. Engineers need to show some responsibilities towards the environment and should be ethical in their approach and find mitigating solutions for the protection of environment. അതായത് ഒരു എൻജിനീയറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അതായത് എൻവയോൺമെൻറ്റിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ ആ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു എൻജിനീയറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. ഓർഗനൈസേഷൻ ഷുഡ് സപ്പോർട്ട് ദ ആക്ടിവിറ്റീസ് ടു പ്രൊമോട്ട് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ. അതായത് ഓരോ ഓർഗനൈസേഷൻസും എൻവയോൺമെൻറ്റിനെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസസ് എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ലെറ്റ് us now consider the ethics that need to be followed by a corporation dealing with the manufacture of computers. The organization need to set priorities of the efficient uses of resources, the design of the energy efficient products, easy disassemble for recycling and waste minimization. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്, അതായത് ആ റിസോഴ്സസിൻ്റെ എഫിഷ്യൻറ്റ് യൂസ്, അതേപോലെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക എന്നതിനൊപ്പം തന്നെ നമ്മൾ റീസൈക്ലിംഗ് ആൻഡ് വേസ്റ്റ് മിനിമൈസേഷൻ, നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റീസൈക്ലിങ്ങും വേസ്റ്റ് മിനിമൈസേഷനും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളായിരിക്കണം നമ്മൾ ഒരു എൻജിനീയർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്താണ് എൻവയോൺമെൻറ്റൽ എത്തിക്സ്? എൻജിനീയേഴ്സ് ഇൻ ദ പാസ്റ്റ് ആർ നോൺ ഫോർ ദെയർ നെഗ്ലിജൻസ് ഓഫ് എൻവയോൺമെൻറ്റ് ഇൻ ദെയർ ആക്ടിവിറ്റീസ്. അതായത് പണ്ടത്തെ എൻജിനീയേഴ്സ് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എന്നുള്ളൊരു ഫാക്ടർ അവിടെ എടുക്കാതെയാണ് അവർ ഓരോ ഡെവലപ്മെൻറ്റും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഇത്തരം ആഫ്റ്റർ എഫക്റ്റുകൾ, ഇപ്പോൾ ഫ്ലഡിൻ്റെ അങ്ങനത്തെ രീതിയിലൊക്കെ എഫക്റ്റ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി വരുന്ന എൻജിനീയേഴ്സ് എന്ത് ചെയ്യണം, എക്കോ ഫ്രണ്ട്ലി ടൂൾസ്, അതായത് ഇപ്പോൾ അവർ കണ്ടുപിടിക്കുന്ന മെഷീൻസോ അല്ലെങ്കിൽ എന്ത് ഡെവലപ്മെൻ്റ് ആയാലും അത് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. It has become important now that engineers design eco-friendly tools, machines, sustainable products, process and project. അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കൊണ്ടുണ്ടാകുന്ന സൗണ്ട് ആയാലും ഒരു പൊല്യൂഷൻ തന്നെയാണ്, എൻവയോൺമെൻറ്റിന് അത് പൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ അത്തരം പൊല്യൂഷൻസുകളൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളൊക്കെ കണ്ടുപിടിക്കുക. ദീസ് ആർ എസെൻഷ്യൽ നൗ ടു പ്രൊട്ടക്റ്റ്, അതായത് എൻഷുർ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. ഇതൊക്കെ നമുക്ക് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യാനും അതേപോലെ ഡീഗ്രഡേഷൻ ഓഫ് എൻവയോൺമെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാനും സ്ലോ ഡൗൺ ദ എക്സ്പ്ലോയിഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് ഒരുപാട് യൂസ് ചെയ്ത് എന്താണ് അടുത്ത തലമുറയ്ക്കുള്ള റിസോഴ്സസ് ഇല്ലാത്ത രീതിയിൽ, ഇപ്പോൾ പെട്രോളുകൾ ഇങ്ങനെ ഖനനം ചെയ്ത് 2-3 വർഷം കഴിയുമ്പോൾ ബാക്കിയുള്ള തലമുറയ്ക്കും യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കണം അല്ലെങ്കിൽ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ റിസോഴ്സസ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഓരോ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന മെഷീൻസോ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എന്ത് പ്രൊജക്റ്റോ ടൂൾസോ എന്തായാലും ചെയ്യേണ്ടത്. The American Society of Civil Engineers (ASCE) Code of Ethics has specially requires that engineers shall hold paramount the safety, health and welfare of the public and shall strive to comply with the principles of sustainable development in the performance of professional duties. അതായത് ASCE പറയുന്നത് എന്താണ്, നമ്മൾ പബ്ലിക്കിൻ്റെ വെൽഫെയർ, ഹെൽത്ത്, സേഫ്റ്റി എന്നിവ മാത്രം നോക്കണം, അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആയിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ്. ഇതൊക്കെ ആയിരിക്കണം ഒരു പ്രൊഫഷണലിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അതായത് പബ്ലിക്കിനെ അവരുടെ സേഫ്റ്റി കൊണ്ടായാലും വെൽത്ത് കൊണ്ടായാലും ഹെൽത്ത് കൊണ്ടായാലും എന്ത് ചെയ്യുക, ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി, ഹെൽത്ത്, വെൽഫെയറൊക്കെ കൂട്ടുന്ന രീതിയിലും അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതായത് എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതുമാണ് ഒരു പ്രൊഫഷണലിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്.
The term sustainable development emphasis on the investment orientation of technology development and the functioning of organization to meet the present needs of people and at the same time ensuring the future generation to meet their needs. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റിസോഴ്സസ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല, അപ്പോൾ ആ റിസോഴ്സസ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല അടുത്ത ജനറേഷനും നെക്സ്റ്റ് ജനറേഷനും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കും ഇത് ഉപയോഗിക്കാനുള്ള അർഹതയുണ്ട് എന്നുള്ള രീതിയിൽ അവർക്കും കൂടെ വെച്ചിട്ട് വേണം നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Compaq Computer Corporation, now merged with HP, was the leader who exhibited their commitment to environment health through implementation of the concept of design for environment on their products. Unveiled standards all over the world units and giving priority to vendors with the record environment concern. അതായത് അവർ എച്ച് പിയുമായിട്ട് CCC കോർപ്പറേഷൻസ് മെർജ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവർ ചെയ്യുന്നത്, കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സുകളാണ് അല്ലെങ്കിൽ ഡിസൈനാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. എൻജിനീയേഴ്സ് ആസ് എക്സ്പെരിമെൻറ്റ് ഹാവ് സർട്ടൻ ഡ്യൂട്ടീസ് ടുവേർഡ്സ് എൻവയോൺമെൻറ്റൽ എത്തിക്സ്. അതായത് എൻജിനീയേഴ്സിൻ്റെ ഡ്യൂട്ടീസസ് എൻവയോൺമെൻറ്റ് എത്തിക്സിൻ്റെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ടുവേർഡ്സ് ചെയ്തിട്ടുള്ള എൻജിനീയറിങ്ങിൻ്റെ ഡ്യൂട്ടീസസ് ആണ് ഇവിടെ പറയുന്നത്. എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റും എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ മേജർ ബട്ട് ഷുവർ ആൻഡ് unintended effect of technology is wastage and the resulting pollution of land, water, air and even space. Study how the industry and technology affect the environment. അതായത് ഇപ്പോഴത്തെ ഉണ്ടാവുന്ന ഓരോ ടെക്നോളജിയിൽ ഡെവലപ്മെൻറ്റിലോ അല്ലെങ്കിൽ അതിലൊക്കെ ഉണ്ടാവുന്ന വേസ്റ്റേജ് എന്ന് പറയുന്നത് ആ വേസ്റ്റ് കൊണ്ട് എന്താണ് റിസൾട്ട് ഉണ്ടാവുന്നത്? ഒന്നുകിൽ ലാൻഡ്, വാട്ടർ, എയർ, ഈവൻ സ്പേസിൽ വരെ പൊല്യൂഷൻസിന് സാധ്യത ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്, സ്റ്റഡി ആൻഡ് ടു ഫിക്സ് ദ ടോളറബിൾ ആൻഡ് ആക്ച്വൽ പൊല്യൂഷൻ ലെവൽസ്. അതായത് ആക്ച്വൽ അല്ലെങ്കിൽ ടോളറബിൾ ആയിട്ടുള്ള പൊല്യൂഷൻ ലെവൽസിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്തിട്ട് ആ ടോളറബിൾ അല്ലെങ്കിൽ ആക്ച്വൽ പൊല്യൂഷൻ ലെവൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി one of the most important political issues of the late 20th and early 21st centuries has been environment protection and the rise of the environment movement. അതായത് ലേറ്റ് 20th ആൻഡ് ഏർലി 21st, നമ്മളിപ്പോൾ ഏത് സെഞ്ചുറിയിലാണ്? 21st സെഞ്ചുറിയിലാണ്. അപ്പോൾ ഹാസ് ബീൻ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് ദ റൈസ് ഓഫ് ദി എൻവയോൺമെൻറ്റ് മൂവ്മെൻറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് റിലേറ്റ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കുറേ ഡിബേറ്റ്സിലൊക്കെ ആയാലും ലാൻഡ്, അതായത് പ്രളയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് പഠിച്ചപ്പോൾ അത് പാടത്ത് അല്ലെങ്കിൽ പാടം പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പുഴകളൊക്കെ നികത്തിയിട്ട് അല്ലെങ്കിൽ പാടമൊക്കെ നികത്തിയിട്ട് അവിടെ അല്ലെങ്കിൽ മലകളൊക്കെ നികത്തിയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു? ബിൽഡിങ്ങുകൾ ഒരുപാട് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ വാട്ടറിന് ഇറങ്ങി പോകാനുള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ ബിൽഡിങ്ങാണ്. വാട്ടറിന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ എന്താണ്? ബിൽഡിംഗ് ആയതുകൊണ്ട് വാട്ടർ എന്ത് ചെയ്യുന്നു? പല വീടുകളുടെ ഉള്ളിൽ കൂടെയും പോകുന്നു. അതാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ ഇപ്പോഴത്തെ ഇഷ്യൂസസ് ആയിട്ട് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ആൻഡ് ദ റൈസ് ഓഫ് ദ എൻവയോൺമെൻറ്റ് മൂവ്മെൻറ്റ്. This movement has sought to control the introduction of toxic and unnatural substances into the environment to protect the integrity of the biosphere and ensure healthy environment for humans. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ അല്ലാണ്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റസ്, ഇപ്പോൾ നമ്മൾ ഒരുപാട് വെഹിക്കിൾസ് യൂസ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഗ്യാസസ് അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന എയർ പൊല്യൂട്ടൻസുകൾ എൻവയോൺമെൻറ്റിൽ ഉണ്ടാവുക. അതേപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റേജ് ആയാലും എയറിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ലാൻഡിൽ എന്തിലായിക്കോട്ടെ, ലാൻഡ്, എയർ, വാട്ടർ, ഈവൻ സ്പേസിലായാൽ പോലും അൺനാച്ചുറൽ സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ടോക്സിക് സബ്സ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന പൊല്യൂഷൻസുകൾ എൻവയോൺമെൻറ്റിനെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ 20th 21st സെഞ്ച്വറീസിൽ നമ്മുടെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് മെയിനായിട്ട് പോകുന്നത്. ഇനി എന്താണ് ഡിസാസ്റ്റർ? ഡിസാസ്റ്റേഴ്സ് മീൻസ് ദുരന്തങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്ന പോലെ ഡിസാസ്റ്റേഴ്സ്. എന്തൊക്കെ ഡിസാസ്റ്റേഴ്സാണ് ഈ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം ഉണ്ടാവുന്നത്? അല്ലാതെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ല,
ഈ ഗ്ലോബൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ മൂലമുണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ് അതെന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസൽ കൊണ്ടുണ്ടാവുന്നത് വേസ്റ്റ് ഡിസ്പോസൽ, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡിസ്പോസൽ, ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ആസിഡ് റെയിൻ. ഈ 5 ഡിസാസ്റ്റർ, ഇത് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും എന്തൊക്കെയാണ് ഈ ഡിസാസ്റ്റർ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസൽ. പ്ലാസ്റ്റിക് വേസ്റ്റ് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരുപാട് വെള്ളത്തിനായാലും അല്ലെങ്കിൽ ഓയിലിനായാലും അത് ലിക്വിഡ് പോലത്തുള്ള എന്ത് സാധനവും, ഇപ്പം മരുന്നുകളായിക്കോട്ടെ, അങ്ങനത്തെ ഒരുപാട് വാട്ടറായിട്ടുള്ള സാധനങ്ങൾ കണ്ടെയ്നറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. കുപ്പികൾ പോലത്തെ സാധനം കണ്ടെയ്നറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ കടകളിൽ നിന്ന് നമ്മൾ വെജിറ്റബിൾസോ അല്ലെങ്കിൽ എന്ത് ഇപ്പോൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് പോലും മേടിക്കുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കവേഴ്സുകളാണ് കിട്ടുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ എവിടെ കൊണ്ടിടുന്നത്? സോയിലിൽ അല്ലെങ്കിൽ സോയിലിൽ എർത്തിൽ കൊണ്ട് നിക്ഷേപിക്കുകയാണ്. അപ്പം അത് എന്തുണ്ടാവുന്നുണ്ട്? സോയിൽ പൊല്യൂഷന് ലീഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സെവറൽ കോഡ്സ് ഓഫ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആർ യൂസ്ഡ് ആസ് കണ്ടെയ്നേഴ്സ് ഫോർ വാട്ടർ ആൻഡ് ഓയിൽ ആൻഡ് പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ടു പാക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് റേഞ്ചിങ് ഫ്രം വെജിറ്റബിൾസ് ടു ഗോൾഡ് ഓർണമെൻറ്റ്സ്. ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, അത് പച്ചക്കറി മുതൽ സ്വർണം വരെ എന്നുള്ള രീതിയിൽ. ഓക്കെ, ദീസ് ആർ നോട്ട് റീസൈക്കിൾഡ്, ദേ എൻഡ് അപ്പ് ഇൻ ഗട്ടേഴ്സ്. അതായത് ഇതൊന്നും റീസൈക്കിൾ ചെയ്യുന്നില്ല. ഇതൊക്കെ എങ്ങനെ നമുക്ക് റീസൈക്കിൾ ചെയ്യാം? ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് റോഡിൽ നമ്മുടെ ടാറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ബിറ്റുമിൻ്റെ ഒപ്പം പ്ലാസ്റ്റിക് ഒരു റീസൈക്കിൾ ചെയ്യുന്നൊരു മെത്തേഡ്, പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ തന്നെ അത് റീസൈക്കിൾ ചെയ്ത് എന്ത് ചെയ്യാം, വീണ്ടും പുതിയ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യാം. അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അത്തരം റീസൈക്കിൾ ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസലുണ്ട്. അപ്പോൾ എന്താണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഡിസ്പോസലിൽ നിന്ന് ഉണ്ടാകുന്ന ഡിസാസ്റ്റർ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിയത്. ഇനി അടുത്തത് വേസ്റ്റ് ഡിസ്പോസൽ. അതായത് ഒരുപാട് കമ്പ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഡിവൈസസ്, അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ ഇപ്പോൾ ബാറ്ററി, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ ഇപ്പോഴത്തെ ഫോണിൻ്റെ ബാറ്ററി കിട്ടി, പണ്ടത്തെ ഫോണിൻ്റെയൊക്കെ ബാറ്ററിയുമ്പോൾ കാണുന്നുണ്ട് അത് എർത്തിലേക്ക് എന്ത് ചെയ്യരുത്, ഡിസ്പോസ് ചെയ്യരുത്, നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അത് ഡിസ്പോസ് ചെയ്യണമെന്ന് അതുമ്പോൾ കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? വളരെയധികം വളരെ മണ്ണിന് ഏറ്റവും ദോഷകരമായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ വേസ്റ്റിൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ദ പാർട്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് വിച്ച് ഹാവ് സെർവ്ഡ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് പ്രസൻറ്റ് എ മേജർ എൻവയോൺമെൻറ്റ് ഇഷ്യൂസ് ഓഫ് ഓൾ ദ ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ. എല്ലാ കൺട്രീസിലും. കാരണം ഇപ്പം ഇപ്പം എല്ലാവരും ഇലക്ട്രോണിക്സ് ഡിവൈസസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. സോ എല്ലാ കൺട്രീസിനെയും അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദ സ്കാർപ്പ് കണ്ടെയ്ൻസ് ഹൈലി ടോക്സിക് എലമെൻറ്റ്സ് സച്ച് ആസ് ലെഡ്, കാഡ്മിയം ആൻഡ് മെർക്കുറി. ഈ 3 പ്രൊഡക്റ്റാണ് മെയിനായിട്ട് ഇലക്ട്രിക് വേസ്റ്റ് എന്ന് പറയുന്ന ഡിവൈസസിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിവൈസസിൽ ഉണ്ടാകുന്നത്. Even the radioactive waste will lose 89% of its toxicity after 200 years. അതായത് 89% of its toxicity ഒരു റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 200 ഇയേഴ്സിന് ശേഷമാണ്. അപ്പോൾ അത്രയും നാൾ എന്തുണ്ടാവില്ല, അത് നാച്ചുറൽ മിനറൽസ്, ഗ്രൗണ്ടിലെ നാച്ചുറൽ മിനറൽസ് ആയിട്ട് അത്ര ടോക്സിക് ആയിരിക്കണം എന്നില്ല. അതിനുശേഷം 99% ഓഫ് ഇറ്റ്സ് റിമൈനിങ് ടോക്സിറ്റി ഓവർ നെക്സ്റ്റ് 30,000 ഇയേഴ്സ്. അതായത് 200 ഇയേഴ്സിൽ നമുക്കത് അധികം എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ആ 200 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഒരു 30,000 ഇയേഴ്സിലോട്ട് ഇതിൻ്റെ 99%ഉം ടോക്സിസിറ്റി എവിടേക്ക്, എർത്തിലേക്ക് ഉണ്ടാക്കും. The toxic chemicals agents such as mercury, arsenic and cadmium retain toxicity undiminished forever. അത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് എൻവയോൺമെൻറ്റിൽ ഇങ്ങനെ ഉണ്ടാവും ടോക്സിക് ആയിട്ട്.
This is strictly in violation of the Basel Convention of the United Nations Environment Program, which has banned the movement of hazardous wastes. അതായത് ഇത് വളരെ വലിയൊരു എന്താ പറയുക എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. സോ അത്തരം കാര്യങ്ങൾക്കൊക്കെ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹസാഡസ് വേസ്റ്റസ് യൂസ് ചെയ്തിട്ടുള്ള ഹസാഡസ് വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ യുണൈറ്റഡ് നേഷൻസ് കൊടുക്കുന്നുണ്ട്. The recent report of the British Environment Agency 30s has revealed that the discarded computers, television sets, refrigerators, mobile phones and electrical equipments have been dispatched to India and Pakistan in large quantity. അതായത് ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനൊക്കെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സ്, ടെലിവിഷൻ സെറ്റ്സ്, റെഫ്രിജറേറ്റർ, മൊബൈൽ ഫോൺസ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എവിടേക്ക് എൻവയോൺമെൻറ്റിലോട്ട് ഇടുന്നുണ്ട്, ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ. സ്ട്രോങ് റെഗുലേഷൻസ് ഇൻക്ലൂഡിങ് pressure on industries to set up disassembling facilities, ban on disposal in landfill sites, legislation for recycling requirement for this junk and policy incentives for eco-friendly design are essential for our country. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ താഴെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതായത് എന്താ പറയുക, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് വേസ്റ്റസ് നമ്മുടെ അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പക്ക ടോക്സിക് ആയിട്ടുള്ളൊരു വേസ്റ്റാണ്. ആ വേസ്റ്റിനെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ റീസൈക്കിൾ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, വളരെ ബുദ്ധിമുട്ടാണ്. അതായത് 200 ഇയേഴ്സിലോട്ട് അത് എർത്തിനോ അല്ലെങ്കിൽ നമ്മുടെ മിനറൽ റിസോഴ്സസിനെയോ അല്ലെങ്കിൽ ഒന്നിനെയും അത് എഫക്റ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിലും 200 ഇയേഴ്സ് കഴിഞ്ഞാൽ ഒരു 30,000 ഇയേഴ്സിലോട്ട് അത് 99% ടോക്സിക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് അതിൽ കെമിക്കൽ ഏജൻറ്റ് ഏതൊക്കെയാണ്, മെർക്കുറി, ആർസനിക് ആൻഡ് കാഡ്മിയം ആണ്. ഇത്തരം മെറ്റീരിയൽസൊക്കെ ഒരിക്കലും നമുക്ക് നമ്മുടെ എർത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബേസൽ കൺവെൻഷൻ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം, അതേപോലെ ബ്രിട്ടീഷ് എൻവയോൺമെൻറ്റൊക്കെ അവർ കുറച്ച് സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് തന്നെ ഇനി ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡിസ്പോസൽ. അതായത് ഇൻഡസ്ട്രിയുടെ വേസ്റ്റ് എവിടേക്ക് ഡിസ്പോസ് ചെയ്യുക, ഒന്നെങ്കിൽ ലാൻഡിലേക്ക് അല്ലെങ്കിൽ വാട്ടറിലേക്ക്. There has been a lot of complaints through the media against the Sterlite copper smelting plant in Thoothukudi against its pollution, and when Indian companies imported the discarded French warship അതായത് for disposal, the poisonous asbestos compounds were expected to pollute the atmosphere, besides exposing the labor of the great risk during the disposal. The government did not act immediately. അതായത് ഇതിൻ്റെ ഒരു കേസ് സ്റ്റഡിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ 2 സ്ഥലത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് തൂത്തുക്കുടിയിലെയും പിന്നെ ഒന്ന് ഇന്ത്യൻ കമ്പനീസസ്. ആ കമ്പനിയുടെ പേര് FWC വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. FWC എന്ന് പറഞ്ഞ ഡിസ്പോസൽ. ഇത് ഫസ്റ്റ് വൺ സ്റ്റെർലൈറ്റ് കോപ്പർ സ്മെൽട്ടിംഗ് പ്ലാന്റും മറ്റേത് പോയ്സണസ് ആസ്ബറ്റോസ് കോമ്പൗണ്ട്സുമാണ് എൻവയോൺമെൻറ്റിലോട്ട് അവർ ഡിസ്പോസ് ചെയ്തത് വേസ്റ്റ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവർ വേസ്റ്റ് ഡിസ്പോസ് ചെയ്തപ്പോഴും അത് ലേബറിൻ്റെ റിസ്ക് ഡ്യൂറിങ് ഡിസ്പോസൽ അത്തരം കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിച്ചില്ല. ഗവൺമെൻറ് ഇതിനെതിരെ ഒരു ആക്റ്റും ഇമ്മീഡിയറ്റ്ലി എടുത്തില്ല. അതാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ താഴെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഓസോൺ ലെയറിൻ്റെ ഡെപ്ത്ത് അല്ലെങ്കിൽ ആ ഓസോൺ ലെയറിൻ്റെ തിക്നെസ് കുറഞ്ഞു വരുന്നത്. ദ ഓസോൺ ലെയർ പ്രൊട്ടക്ട്സ് ദ എൻറ്റയർ പ്ലാനറ്റ് ഫ്രം ദ ഇൽ എഫക്ട്സ് ഓഫ് അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ആൻഡ് ഇറ്റ്സ് വൈറ്റൽ ഫോർ ഓൾ ലിവിങ് ഓർഗാനിസംസ് ഇൻ ദ വേൾഡ്. അതായത് നമ്മളെ അൾട്രാവയലറ്റ് റേയിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് ആരാ, ഓസോൺ ലെയറാണ്. അപ്പോൾ ആ ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ വന്നു കഴിഞ്ഞാൽ ഈ എർത്തിലുണ്ടാവുന്ന എല്ലാ ഓർഗനൈസേഷനും ലിവിങ് ഓർഗാനിസത്തിനും അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് ഇറ്റൻ എവേ ബൈ ദ ക്ലോറോഫ്ലൂറോകാർബൺ സച്ച് ആസ് ഫ്രിയോൺ emanating from the refrigerators, air conditioners and aerosols can spray. This has caused also skin cancers to the sunbathers in the western countries. Further, NO, nitrogen oxide and
NO2 gases were also found to react with the ozone. അതായത് NOയും NO2 ആണ് ഓസോണായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ആ റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിപ്പോൾ ഇപ്പോഴായാലും സൂര്യതാപം ഏറ്റു എന്നുള്ള രീതിയിൽ, അതായത് ഓസോൺ ലെയറിൻ്റെ അൾട്രാ വയലറ്റ് റേസസ് ഈ നമ്മുടെ എർത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗാനിസത്തിന്, ലിവിങ് ആയിട്ടുള്ള ഏത് ഓർഗാനിസത്തിനും അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുക, അതായത് പൊള്ളലേൽക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ദെൻ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗോളതാപനം. ആ താപനം മൂലം നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ ഐസിങ് മൗണ്ടെയ്ൻസിലൊക്കെ ഐസ് വാട്ടറായിട്ട് ഫ്ലഡായിട്ട് താഴേക്ക് വരിക. Over the past 30 years, the earth has warmed by 6 degrees Celsius. Over the last 100 years, it is warmed by 0.8 degrees Celsius. It is likely to up temperature by 3 degrees Celsius by 2100. അതായത് 100 ഇയേഴ്സ് 30 വർഷത്തിന് ആയിട്ട് 0.6 ഡിഗ്രി സെൽഷ്യസ് ആണ് വാം ചെയ്തത്. 100 വർഷത്തിലേക്കും അത് 0.8 ഡിഗ്രി ആയി. ഇനി അത് 2100 ആകുമ്പോഴേക്കും അത് 3 ഡിഗ്രി സെൽഷ്യസ് വാം ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് നാസയുടെ സ്റ്റഡീനെ അക്കോർഡിംഗ് ചെയ്തിട്ട്. The US administration has accepted the reality of global climate change, which has been associated with stronger hurricanes, severe droughts, intense heat waves and the melting of polar ice. അതായത് US അഡ്മിനിസ്ട്രേഷൻ തന്നെ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെന്ന് അവർ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെ രീതിയിലാണെന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഹുറിക്കെയിൻസ്, അതേപോലെ സിവിയർ ഡ്രോട്ട്സ്, ഇൻറ്റൻസ് ഹീറ്റ് വേവ്സ് ആൻഡ് മെൽട്ടിംഗ് ഓഫ് പോളാർ ഐസ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ്, notably carbon dioxide emitted by motor vehicles and coal-fired power plants, trap heat like the glass walls of greenhouse causes the earth to warm up. അതായത് എന്തൊക്കെയാണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്നതെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് വെഹിക്കിൾസിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ തന്നെ കോൾ ഫയർഡ് പവർ പ്ലാന്റ്സിൽ നിന്ന് വരുന്നത് ട്രാപ്പ് ഹീറ്റ്, ഗ്ലാസ് വാൾസ് ഓഫ് ഗ്രീൻ ഹൗസസ്, അത്തരം കൺസ്ട്രക്ഷനിൽ നിന്നൊക്കെ വരുന്നതാണ് ഈ ഗ്ലോബൽ വാർമിംഗ്. ഏഷ്യ പസഫിക് പാർട്ട്ണർഷിപ്പ് ഓൺ ക്ലീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ക്ലൈമറ്റ്, അതായത് ഇപ്പോൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞല്ലോ, അതായത് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി ചെയ്തിട്ട് അവർ ഓരോ പ്രൊട്ടക്ഷൻ പ്ലാനുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഏഷ്യ പസഫിക് പാർട്ട്ണർഷിപ്പ് ഓൺ ക്ലീൻ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻഡ് ക്ലൈമറ്റ്, അതേപോലെ കഴിഞ്ഞതിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ബ്രിട്ടീഷ് എൻവയോൺമെൻറ്റ് ഏജൻസീസ് അല്ലെങ്കിൽ ബേസിക് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാംസ്, അതൊക്കെ ഈ EIA ബേസിസിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ പോയിന്റ് ഒന്ന് നോക്കണേ. അബൌട്ട് ദ വേൾഡ് എമിഷൻസ് ഓഫ് ക്ലൈമറ്റ് ഹീറ്റിംഗ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് 2012 അണ്ടർ ദി കൈറ്റോ എഗ്രിമെൻറ്റ്. അതായത് കൈറ്റോ എഗ്രിമെൻറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ലാസ്റ്റ് വൺ, ആസിഡ് റെയിൻ. Large emission of sulfur oxide and nitrous oxides are being released into the air from the thermal power stations using the fossil fuels and several processing industries. These gases from compounds with water in the air and precipitated as acid rain or snow onto the earth. The acid rain in some parts of the world has caused sufficient damage to the fertility of the land ആൻഡ് ടു ദ ഹ്യൂമൻ ബീങ്സ്. അതായത് എങ്ങനെയാണ് ആസിഡ് റെയിൻ ഫോം ചെയ്യുന്നത്, അതെങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് സൾഫർ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രസ് ഓക്സൈഡ് നമ്മുടെ തെർമൽ പവർ പ്ലാന്റിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഫോസിൽ ഫ്യൂവൽസൊക്കെ കത്തിച്ചിട്ട് വരുന്ന ഈ സൾഫർ ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള വാട്ടറുമായിട്ട് കണ്ടാമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചെയ്ത് മഞ്ഞിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ മഴയുടെ രൂപത്തിലായിട്ടാണ് എർത്തിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ എർത്തിലേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തുണ്ടാവുന്നുണ്ട്, അത് ലിവിങ് ഓർഗാനിസത്തിന്, അതിപ്പോൾ ലിവിങ് ഓർഗാനിസം ഹ്യൂമൺ ആവാം, എനിമൽസ് ആവാം, ഈവൻ പ്ലാന്റ്സുകളും ആവാം. ലിവിങ് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസത്തിനെയും അത് ബാഡ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും. ആസിഡ് റെയിൻ കൊണ്ട് പച്ചപ്പുണ്ടായിരുന്ന സ്ഥലം, അതായത് ഫെർട്ടിലിറ്റി ഉണ്ടായിരുന്ന സ്ഥലത്ത് അൺഫെർട്ടിലിറ്റി ആക്കാൻ ഈ ആസിഡ് റെയിൻ കൊണ്ട് ഇതാവുന്നുണ്ട്. ഇനി നമുക്ക് ഹ്യൂമൻ സെൻറ്റേർഡ് എൻവയോൺമെൻറ്റൽ എത്തിക്സ് അടുത്ത ക്ലാസ് നോക്കാം.